ഹലോ മക്കളെ, നമ്മൾ ചാപ്റ്ററുകൾ വൺ ഷോട്ടായിട്ട് പഠിക്കാൻ പോവാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററാണ് പറയുന്നത്. നമ്മൾ 15 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ ഓവറോൾ ഒന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, നമുക്ക് സ്പീഡിലൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആദ്യം എല്ലാവർക്കും അറിയാം അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷനുമായി വന്നത്. അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ അദ്ദേഹമാണ് ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ടു സയൻറ്റിഫിക് ബേസിസ്. സയൻറ്റിഫിക് ബേസിൽ ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടത് അരിസ്റ്റോട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്ലാന്റ്സിനെ ട്രീസും ഷ്രബ്സും ഹെർബ്സും ആക്കി 3 തരം തിരിച്ചു. അതോടൊപ്പം തന്നെ ആനിമൽസിനെ അദ്ദേഹം 2 തിരിച്ചത്. ആരൊക്കെയാണ്? റെഡ് ബ്ലഡ് ഉള്ളവരും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് ഇല്ലാത്തവരും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിൽ ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ലിന്നേഴ്സ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ട് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 2 കിങ്ഡംസ് ആണ്, കിങ്ഡം പ്ലാന്റേയും അതുപോലെ തന്നെ കിങ്ഡം എനിമേലിയയും. സെൽവാൾ ഉള്ളവരൊക്കെ അദ്ദേഹം കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെടുത്തി, സെൽവാൾ ഇല്ലാത്തവരൊക്കെ അദ്ദേഹം കിങ്ഡം എനിമേലിയയിൽ ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് വന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. കൊണ്ടുവന്ന ആൾ R.H. വിറ്റാക്കറാണ്. വർഷം 1969 ആണ്. ഓർത്തിരിക്കുന്നത് കേട്ടോ. ഇതിലുള്ള 5 കിങ്ഡംസ് ഏതൊക്കെയാണ്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. അതിൽ മൊണീറയിൽ യൂണിസെല്ലാർ പ്രോകാരിയോട്ടുകളാണുള്ളത്. പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലാർ യൂക്കാരിയോട്ടുകളാണുള്ളത്. ഫംഗസും പ്ലാന്റേയും അനിമേലിയക്കൊക്കെ മൾട്ടി സെല്ലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടുകളാണുള്ളത്. അതിൽ കിങ്ഡം ഫംഗയിൽ യൂണിസെല്ലാർ ആയിട്ടുള്ള ഒരാളുണ്ട്. അയാളാണ് ആര് എന്ന് പറയുന്നത്? ഈസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിറ്റേക്കർ കൊണ്ടുവന്ന് 5 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ്? സെൽ സ്ട്രക്ചർ ഉണ്ട്, താലസ് ഓർഗനൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്, ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓർത്ത് വയ്ക്കുക, സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഈ 5 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഓക്കെ, കിട്ടി. ഇനി 5 കിങ്ഡംസിലെ 3 കിങ്ഡംസിനെ കുറിച്ചാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയിൽ ബാക്ടീരിയകളാണ് അവിടുത്തെ മെയിൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്ടീരിയകളാണ് സോൾ മെമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മൊണീറയിൽ ബാക്ടീരിയകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്ടീരിയകൾക്ക് മാത്രമായിട്ടുള്ള കിങ്ഡമാണ് മൊണീറ. അവർ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടുകളാണ്. അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, പ്രിമിറ്റീവ് ആണ്, നമുക്കറിയാം. ബാക്ടീരിയ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോബിക് ഓർഗാനിസം. ലോകത്ത് ഇന്ന് കാണുന്നതിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മൈക്രോബിക് ഓർഗാനിസം ബാക്ടീരിയ ആണെന്ന് അറിയാം. ചില ബാക്ടീരിയകൾ ഓട്ടോട്രോപ്പിക് ആണ്, നമുക്കറിയാം. ചില ബാക്ടീരിയകൾ ഓട്ടോട്രോപ്പിക് ആണ്. ഓട്ടോട്രോപ്പിലാണ് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവർ തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, കീമോസിന്തറ്റിക് ബാക്ടീരിയകളുണ്ട്. പക്ഷേ മെജോറിറ്റി ബാക്ടീരിയകളും ഹെട്രോട്രോപ്പുകളാണ്. നോട്ട് മൈ പോയിന്റ്, മെജോറിറ്റി ബാക്ടീരിയകളും ഹെട്രോട്രോപ്പുകളാണ്. മെജോറിറ്റി ബാക്ടീരിയകളും സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തവരാണ്. ഓക്കെ, ബാക്ടീരിയ നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. ബാക്ടീരിയൻ്റെ ഷേപ്പ് വെച്ചിട്ട് പ്രധാനമായിട്ടും നമ്മൾ 4 തരം തിരിച്ചിട്ടുണ്ട്. കോക്കസ് ഉണ്ട്, സ്ഫെറിക്കൽ ഷേപ്പാണ്. അതുപോലെ തന്നെ ബാസിലസ് ഉണ്ട്, റോഡ് ഷേപ്പാണ്. വിബ്രിയത്തിന് കോമ ഷേപ്പാണ്. സ്പൈറലത്തിന് സ്പൈറൽ ഷേപ്പാണ്. എല്ലാവർക്കും അതറിയാം. എങ്കിൽ അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കണം കേട്ടോ. ബാക്ടീരിയകളെ വീണ്ടും നമ്മൾ അവരുടെ സെൽവാൾ കോമ്പോസിഷനും ഹാബിറ്റാറ്റൊക്കെ നോക്കിയിട്ട് വീണ്ടും നമ്മൾ 2 തിരിച്ചിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയകളും യു ബാക്ടീരിയകളും ഉണ്ട്, നമുക്കറിയാം. ആർക്കി ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ ഹാർഷ് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവരാണ്. അവർ 3 തരത്തിലുണ്ട്. തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ്. തെർമോസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിങ്സിലാണ് ജീവിക്കുക. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സോൾട്ട് ഏരിയയിലാണ് ജീവിക്കുക. മെത്തനോജൻസ് മാർഷിലാൻഡിലാണ് ജീവിക്കുക. പോരാത്തിന് അവർ ഗട്ട് ഓഫ് റൂമിനൻ്റ് ആനിമൽസിലുണ്ട്. അവരാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക. യു ബാക്ടീരിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ട്രൂ ബാക്ടീരിയ എന്നാണ് അർത്ഥം. അവർ പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പുകളുണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഹെട്രോട്രോപ്പുകളായുള്ള ആളുകളുണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് സൈനോ ബാക്ടീരിയ. ഓർത്തിരിക്കുക, സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയയുടെ ഒരു എക്സാമ്പിളാണ് നോസ്റ്റോക്കും അനബീനയും. സൈനോ ബാക്ടീരിയൻ്റെ പ്രത്യേകത അവർക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റും. നൈട്രജൻ ഫിക്സ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ് ഹെട്രോസിസ്റ്റുകൾ എന്നാണ് പറയുക. ക്ലിയർ ആണല്ലോ. എങ്കിൽ നമ്മൾ അതിൽ പറയാൻ പോണേ മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ മൊണീറൻസിൽ സെൽവാൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ സെൽവാൾ ഇല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. സോ മൈക്കോപ്ലാസ്മ എന്താണെന്ന് ചോദിച്ചാൽ സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സെല്ലുകളിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആളാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അയാൾക്ക് സെൽവാൾ ഇല്ല. ഓർത്തിരിക്കുക, അയാൾ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അതൊരു എനൈറോബ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. 3 പോയിന്റ്. സെൽവാൾ ഇല്ല, സ്മോളസ്റ്റ് ലിവിങ് ഓർഗാൻസ് ആണ്, അവർക്ക് ദേ ക്യാൻ ലിവ് വിത്തൗട്ട് ഓക്സിജൻ എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനി അടുത്തതാണ് മക്കളെ കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം മൊണീറ കഴിഞ്ഞാൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്കാണ് പോകുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റയെ നമ്മൾ 5 തിരിച്ചിട്ടുണ്ടായിരിക്കുക. ക്രൈസോഫൈറ്റ് ഉണ്ട്, ഡൈനോഫ്ലജല്ലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈമൗൾസ് ഉണ്ട്, പ്രോട്ടോസോവൻസും ഉണ്ട്. നോക്കിക്കോണേ, അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. ക്രൈസോഫൈറ്റുകൾ എന്ന് നമ്മൾ പറയുന്നത് 2 എക്സാമ്പിളാണുള്ളത്, ഡയാറ്റംസും ഗോൾഡൻ ആൽഗയും. ഗോൾഡൻ ആൽഗിനെ പറയുന്നത് വേറെ പേരാണ് ഡെസ്മൈറ്റ്സ് എന്നാണ് പറയാം. ഇനി നമ്മൾ പറയാൻ പോണേ, ഇവർ കാണിക്കുന്ന ഡയാറ്റംസ് കാണിക്കുന്ന ഒരു പ്രത്യേകത, അവർക്ക് സിലിക്കുള്ള ഒരു സെൽ വാൾ ഉണ്ട്, അതിന് 2 ഓവർലാപ്പിംഗ് സെൽസ് ഉണ്ട്, അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, പെട്ടെന്ന് തകർക്കാൻ പറ്റൂല എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി അടുത്തത് ഡയാറ്റമേഷ്യസ് എർത്താണ് അവർ കാണിക്കുക. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡയാറ്റം സിലിക്കേറ്റഡ് സെൽ വാൾ ഗെറ്റ് ഡെപ്പോസിറ്റഡ് അണ്ടർ ദ വാട്ടർ. ആ ഗ്രിറ്റി സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഗ്രിറ്റി സബ്സ്റ്റൻസ് പരിവരുത്തത്. നോട്ട് ചെയ്തേക്ക് കേട്ടോ. അടുത്താണ് ഡൈനോഫ്ലജല്ലേറ്റ്. ഡൈനോഫ്ലജല്ലേറ്റ്സിൽ നമുക്കറിയാം ഗോണിയോലെക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ഫ്ലജലുള്ള ആളുകളാണ്. അവർ ഡിഫറൻറ്റ് കളറിലുണ്ട്, ബ്ലൂ, ഗ്രീൻ, റെഡ്, അങ്ങനെ പല കളറിലുണ്ട്. റെഡ് കളേർഡ് ആയുള്ള ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ് ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ റെഡ് കളേർഡ് ആയുള്ള ഗോണിയോലെക്സ് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് സീന റെഡ് ആയിട്ട് കാണിക്കും. അതിനെ പറയുന്ന പേരാണ് റെഡ് ടൈഡ് എന്നാണ് പറയുക. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞാൽ 3ാമത്താണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. യൂഗ്ലിനോയിഡ് ഫ്രഷ് വാട്ടറിലാണ് കാണുക. പോരാത്തിന് അവർ സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ്. നോട്ട് മൈ പോയിന്റ്, സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ് അവർ കാണുക. അവർക്ക് സെൽ വാൾ ആബ്സെൻ്റ് ആണ്. അതിന് പകരമായിട്ട്
പ്രധാനമായിട്ട് അവർക്ക് ബോഡിക്ക് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട്, അതിൻ്റെ പേരാണ് പെല്ലിക്കിൾ എന്നാണ് പറയുക. അവർക്കൊരു എക്സാമ്പിളാണ് യൂഗ്ലീന എന്നറിയപ്പെടുന്നത്. ഇനി നമുക്കറിയാം ഇവർക്ക് സെൽ വോൾ ഇല്ലാത്തതുകൊണ്ട് ഇവർ ആനിമൽസിലാണ് നമുക്കൊരു സംശയം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ട്, അഥവാ ഹയർ പ്ലാന്റ്സിന് സിമിലർ ആയുള്ള ഒരു പിഗ്മെന്റ് ഉണ്ടായാലും ഇവരെ പ്ലാന്റിലും പെടുത്താൻ പറ്റും. അപ്പോൾ ഒരു ബൊട്ടാണിസ്റ്റിനെ സംബന്ധിച്ച് ഇയാൾ പ്ലാന്റ് ആണ്, സുവോളജിസ്റ്റിനെ സംബന്ധിച്ച് ഇയാൾ ആനിമലാണ്. അതുകൊണ്ട് പ്ലാന്റ് ആനിമൽ ഓർഗാനിസം എന്നറിയപ്പെടുന്ന ആളാണ് യൂഗ്ലീന. യൂഗ്ലീനയിൽ ഒരു പോയിന്റ് കൂടി ഓർത്തേക്കണം, ക്ലോറോഫിൽ ഉണ്ടായതുകൊണ്ട് ലൈറ്റിന്റെ പ്രസൻസിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും, എന്നാൽ ലൈറ്റിന്റെ ആബ്സെൻസിൽ അവർ ഹെറ്ററോട്രോപിക് പ്രഡേറ്റർ ആവും. അപ്പോൾ രണ്ട് ന്യൂട്രീഷൻ ഒരേ സമയം കാണിക്കാൻ പറ്റുന്നുണ്ട്. മിക്സോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കുന്നവരാണ് യൂഗ്ലീനോയിഡ്സ് എന്നും കൂടി ഓർത്തിരിക്കുക. എങ്കിലെടുത്തത് സ്ലൈം മൗൾഡുകളെ കുറിച്ചാണ് പറയാനുള്ളത്. സ്ലൈം മൗൾഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അവർ സാപ്രോഫൈറ്റിക് ആണ്. സ്ലൈം മൗൾഡുകൾ സാപ്രോഫൈറ്റിക് ആണ്. ഇനി അവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഫേവറബിൾ സീസണിൽ അവർ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറായിട്ട് മാറും, അതിൻ്റെ പേരാണ് പ്ലാസ്മോഡിയം. അൺഫേവറബിൾ സീസണിൽ ആ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തൊരു സ്ട്രക്ചർ ആവും, അതാണ് ഫ്രൂട്ടിംഗ് ബോഡി. ആ ഫ്രൂട്ടിംഗ് ബോഡിൻ്റെ ടിപ്പിൽ സ്പോറുകൾ ഉണ്ടാവും, സ്പോറിന് ചുറ്റും ട്രൂ വാൾ ഉണ്ടാവും. ആ സ്പോറുകളാണ് ഡിസ്പോസ് ചെയ്യുന്നത് എയർ കറണ്ട് വഴിയാണ്. സ്പോറ് ഡിസ്പോസ് ചെയ്യുന്നത് എയർ കറണ്ട് വഴിയാണ്, ഓർത്തിരിക്കട്ടോ. അപ്പോൾ സ്ലൈം മൗൾഡുകൾ സാപ്രോഫൈറ്റിക് ആണ്, ഫേവറബിൾ സീസണിൽ ഉണ്ടാക്കുന്നതാണ് പ്ലാസ്മോഡിയം. അൺഫേവറബിൾ സീസണിൽ ഫ്രൂട്ടിംഗ് ബോഡി അതിൻ്റെ ടിപ്പിൽ സ്പോർ ഉണ്ടാവും, ആ സ്പോർ ഡിസ്പോസ് ചെയ്യുന്ന എയർ കറണ്ട് വഴിയാണ്, വെള്ളത്തിലൂടെ എന്നാണ്, തെറ്റാണ്. അടുത്തത് പ്രോട്ടോസോവൻസ് എന്ന അഞ്ചാമത്തെ ടൈപ്പ് പ്രോട്ടിസ്റ്റുകളാണ്. അവർ പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻസ്. നോക്കണം മക്കളെ, അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, അവർക്ക് സ്യൂഡോപോഡിയാണ് അവരെ മൂവ് ചെയ്യാൻ സഹായിക്കുക. അവർ എക്സാമ്പിളാണ് എൻഡമീബ, അമീബയും എൻഡമീബയും സ്യൂഡോപോഡിയാണ് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞാൽ ഫ്ലജല്ലയാണ് അവരെ മൂവ് ചെയ്യാൻ സഹായിക്കുക. അതിന് എക്സാമ്പിളാണ് ട്രൈപ്പനോസോമ. ട്രൈപ്പനോസോമയാണ് സ്ലീപ്പിംഗ് സിക്നസിന് കാരണമാകുന്നത്. ക്ലിയർ അല്ലേ? സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് സീലിയ ഉണ്ടായിരിക്കും. അവരെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് സീലിയാണ്. എക്സാമ്പിളാണ് പാരമീസിയം. പാരമീസിയത്തിന്റെ ബോഡിന്റെ ഉള്ളിൽ നിന്ന് സെല്ലിന്റെ പുറത്തേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഗള്ളറ്റ്. ചോദിക്കുക ഗള്ളറ്റ്. അടുത്താണ് സ്പോറോസോവൻസ്. ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള പ്രോട്ടോസോവൻസ് ഒക്കെ വരുന്നത് സ്പോറോസോവൻസിലാണ്. ഒരു പ്രത്യേകത, അവർക്ക് ലോക്കോമോട്ടറി ഓർഗൻ ഇല്ല. ഇവർക്ക് 3 പേർക്കും ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇയാൾക്ക് ലോക്കോമോട്ടറി സ്ട്രക്ചർ ഇല്ല മക്കളെ, ഇല്ല. നോക്കേ, സ്പോറോസോവൻസിന് ലോക്കോമോട്ടറി സ്ട്രക്ചർ ഇല്ല, സ്ട്രിക്ട്ലി പാത്തോജനിക് ആണ്. അവരുടെ ലൈഫ് സൈക്കിൾ എപ്പോഴും ഒരു പാത്തോജനിക് ഫേസ് ഉണ്ടായിരിക്കും നമുക്കറിയാം. അവർക്ക് എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയാണ് മലേറിയൽ പാരസൈറ്റ് എന്നാണ് അറിയപ്പെടുക. കണ്ടോ, ഈ ഭാഗത്ത് നിന്ന് എല്ലാം ചോദിക്കും. ഇയാൾ സ്ലീപ്പിംഗ് സിക്നസ്, ഇത് മലേറിയൽ പാരസൈറ്റ്. ക്ലിയർ അല്ലേ? എങ്കിൽ നമ്മൾ ഫംഗസിലേക്ക് പോവാണ്. ഫംഗസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞു വന്നത്. ഫംഗസുകൾക്ക് ഒരു സെൽവാൾ ഉണ്ട്. ആ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. ഇനി സെൽവാൾ ഫംഗസിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഹൈഫേ. ഹൈഫകൾ കൂടി ചേർന്ന് നെറ്റ്വർക്ക് ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൈസീലിയം അല്ലേ. ഹൈഫകൾ ക്രോസ് വാൾ ഉണ്ടെങ്കിൽ, ഹൈഫന്റെ ഉള്ളിൽ ക്രോസ് വാൾ ഉണ്ടെങ്കിൽ അത് സെപ്റ്റേറ്റ് ആണ്, ക്രോസ് വാൾ ഇല്ലെങ്കിൽ അത് അസെപ്റ്റേറ്റ് ആണ്. ഇനി ക്രോസ് വാൾ ഇല്ലാതെ അത് ലോങ് കണ്ടിന്യൂസ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസ് ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അതിനെയാണ് നമ്മൾ സീനോസൈറ്റിക് ഹൈഫേ എന്നാണ് പറയുക. അതിനെ നമ്മൾ സീനോസൈറ്റിക് ഹൈഫേ എന്നാണ് പറയുക, ഓർത്തിരിക്കണേ. ഇനി നമ്മൾ പറയാൻ പോണേ, ഫംഗസുകൾ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. യൂസ്ഫുൾ ഫംഗസും ഉണ്ട്, അതേപോലെ തന്നെ പാത്തോജനിക് ആയിട്ടുള്ള ഫംഗസുകളും ഉണ്ട്. യൂസ്ഫുൾ ഫംഗസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമാണ്, പാത്തോജനിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഉപകാരമില്ലാത്തതാണ്. യൂസ്ഫുൾ ഫംഗസിന് ഒന്നാമത്തെ എക്സാമ്പിളാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് യൂണിസെല്ലാർ ആണ്, അത് ബ്രെഡ്, ബിയർ, വൈൻ ആൻഡ് കേക്ക് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതാണ് പെൻസിലിയം, അത് മൾട്ടി സെല്ലാർ ആണ്, അതാണ് പെൻസിലിൻ എന്ന് പറയുന്നത്, ആന്റിബയോട്ടിക് ഉണ്ടാക്കുന്നത്. പാത്തോജനിക് ആയുള്ള 2 ഫംഗസുകളാണ്. ഒന്നാമത്തെ ആളാണ് ആൽബുഗോ, അത് മസ്റ്റാർഡ് പ്ലാന്റിലാണ് കാണുക. രണ്ടാമത്തതാണ് പക്സീനിയ, അത് വീറ്റ് ട്രസ്റ്റിനാണ് കാരണമാവുക. അപ്പോൾ ഇവിടുന്ന് ചോദിക്കും, മസ്റ്റാർഡ് പ്ലാന്റ് കാണുന്നതാണ് ആൽബുഗോ, വീറ്റ് ട്രസ്റ്റിന് കാരണമാവുന്നതാണ് പക്സീനിയ. അപ്പോൾ ഇവർ രണ്ടും പാത്തോജനിക് ആയുള്ള ഫംഗസുകളാണ്. കിട്ടി. അടുത്തത് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ. ഇവിടെ നിന്നാണ് അടുത്ത ചോദ്യം, നല്ലപോലെ ശ്രദ്ധിക്കാം കേട്ടോ. ഫംഗസ് 3 രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. വെജിറ്റേറ്റീവ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും, എസെക്ഷൽ ആയിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും, സെക്ഷൽ ആയിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. വെജിറ്റേറ്റീവ്, എസെക്ഷൽ, സെക്ഷൽ. വെജിറ്റേറ്റീവ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആവും, ഫിഷൻ ആവാം, ബഡിങ് ആവാം. ഫാഫീബു പഠിച്ചാൽ മതി. ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡിങ്. ഫാഫീബു കണ്ടോ, ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡിങ് 3 ആവാം. അടുത്ത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുക. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സ്പോർ ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി സ്പോർ ആണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോറുകളെ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർ എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോറുകളെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർ എന്നാണ് വിളിക്കാം. അപ്പോൾ നമ്മൾ നോക്കണം ഏതൊക്കെയാണ് എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറുകൾ എന്ന് നോക്കാം. എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറുകളാണ് ഒന്ന് കൊണീഡിയ, നോക്ക് മക്കളെ, കൊണീഡിയ. രണ്ടാമത്താണ് സ്പൊറാഞ്ചിയോസ്പോസ്, മൂന്നാമതാണ് സൂസ്പോസ്. കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ്, സൂസ്പോസ്. കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ്, സൂസ്പോസ്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറുകൾ ഏതൊക്കെയാണ് നോക്കണം. ഊസ്പോർ ഉണ്ട്, അതേപോലെ തന്നെ ആസ്കോസ്പോർ ഉണ്ട്, ബെസിഡിയോസ്പോർ ഉണ്ട്. ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർ, ഊസ്പോർ. കിട്ടിയോ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറുകൾ? അപ്പോൾ പഠിച്ചോൾക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. അടുത്താണ് പറയുന്നത്, ഇവർ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്പോർ വഴിയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറുകളാണ് കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർ, സൂസ്പോർ. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോറുകളാണ് ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർ, ഊസ്പോർ ആണല്ലോ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരൊറ്റ ഘട്ടമായിട്ടല്ല. സെക്ഷൽ റീപ്രൊഡക്ഷന് 3 സ്റ്റെപ്പുകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. സെക്ഷൽ റീപ്രൊഡക്ഷന് പ്രധാനമായിട്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. പ്ലാസ്മോഗമി ഉണ്ട്, കാരിയോഗമി ഉണ്ട്, മിയോസിസ് ഉണ്ട്. നമുക്കറിയാം പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ ഗാമേറ്റ്സ്. മൊട്ടൈൽ ആയിട്ടുള്ളതോ നോൺ മൊട്ടൈൽ ആയിട്ടുള്ളതോ ആയ 2 ഗാമേറ്റ്സിന്റെ പ്രോട്ടോപ്ലാസങ്ങൾ ഫ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്ലാസ്മോഗമി. നോട്ട് ദ പോയിന്റ്, പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ അവിടെ മാറും.
നോക്കിക്കോണേ, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 ഡിഫറെൻറ്റ് മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ ഗ്യാമേറ്റ്സിൻ്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോൺ എന്നാണ് വിളിക്കുക. 2 ന്യൂക്ലിയസുള്ള സ്ട്രക്ചർ കിട്ടും. പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ന്യൂക്ലിയസുള്ള ഒരു സ്ട്രക്ചർ കിട്ടും. അതിനെ പറയുന്ന പേരാണ് ഡൈകാരിയോൺ എന്നാണ് പറയുക. ഈ ഡൈകാരിയോൺ കാണിക്കുന്നത് ആസ്കോമൈസൈറ്റുകളും ബെസിഡിയോമൈസൈറ്റുകളാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. രണ്ടാമതാണ് കാരിയോഗമി. ആ ഡൈകാരിയോൺ 2 ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചറിൽ ആ 2 ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കാരിയോഗമി എന്നാണ് പറയുക. സോ ദ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയസ് കൂടി ചേരുന്നതിനാണ് നമ്മൾ കാരിയോഗമി എന്ന് പറയുക. കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്ന 2 ഗ്യാമേറ്റുകൾ കൂടി ചേർന്നാൽ പിന്നെ കിട്ടുന്ന സൈഗോട്ടല്ല. അപ്പോൾ കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഗോട്ടാണ് കിട്ടുക. ആ സൈഗോട്ട് പിന്നെ എന്തിന് പോകണം? മിയോസിസിനാണ് പോകേണ്ടത്, മൈറ്റോസിനല്ല. ഫംഗസിൻ്റെ സൈഗോട്ട് പിന്നീട് മിയോസിന് പോയിട്ട് ഹാപ്ലോയിഡ് ആയുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്പോർ ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് ആയുള്ള സൈഗോട്ടിൽ നിന്ന് ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മിയോസിസ് ആണ് നടക്കേണ്ടത്. അപ്പോൾ മിയോസിൻ്റെ ഫലമായിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറുകൾ ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്ലാസ്മോഗമി, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, അതിൻ്റെ ഫലമായിട്ടാണ് ഡൈകാരിയോൺ ഫേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡൈകാരിയോൺ ഉണ്ടാവും. ഡൈകാരിയോൺ ആസ്കോമൈസൈറ്റ് ബെസിഡിയോമൈസൈറ്റ് മാത്രമാണ് കാണിക്കുക. കാരിയോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ്. പിന്നെ ഉണ്ടാവുന്ന സൈക്കോട്ടാണ്. ആ സൈക്കോട്ട് മിയോസിന് പോയിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാം എഴുതിക്കൂടെ റീപ്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസ് ആണ്. ആ ഫംഗസിനെ പ്രധാനമായിട്ടും 4 തിരിച്ചിട്ടുണ്ട് അല്ലേ? ബേസ്ഡ് ഓൺ ദ സ്പോർ ഫോർമേഷനും മോഡ് ഓഫ് സ്പോർ ഫോർമേഷനും അതുപോലെ തന്നെ മൈസീലിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ഇവർ 4 തരത്തിലുണ്ട്. ഫൈക്കോമൈസൈറ്റ് ഉണ്ട്, ആസ്കോമൈസൈറ്റ് ഉണ്ട്, ബെസിഡിയോമൈസൈറ്റ് ഉണ്ട്, ഡ്യൂട്ടിറോമൈസൈറ്റ് ഉണ്ട്. ഫൈക്കോമൈസൈറ്റ്, ആസ്കോമൈസൈറ്റ്, ബെസിഡിയോമൈസൈറ്റ് ആൻഡ് ഡ്യൂട്ടിറോമൈസൈറ്റ്. ഇതിൽ ഫൈക്കോമൈസൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഗൽ ഫംഗൈ. ആസ്കോമൈസൈറ്റിനെ പറഞ്ഞു വിളിക്കുക സാക് ഫംഗൈ. ബെസിഡിയോമൈസൈറ്റ് ആണെങ്കിൽ ക്ലബ് ഫംഗൈ. ഡ്യൂട്ടിറോമൈസൈറ്റ്സ് ആണെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗൈ. അതൊക്കെയാണല്ലോ. ഇനി നമുക്ക് പറയാം, ഫൈക്കോമൈസൈറ്റിൻ്റെ മൈസീല് മാത്രം അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ആണ്, ബാക്കിയുള്ളവരതൊക്കെ സെപ്റ്റേറ്റ് ആണ്. കണ്ടോ, ഫൈക്കോമൈസൈറ്റിന് മാത്രം അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്, ബാക്കിയുള്ളവരുടെ മൈസീലൊക്കെ സെപ്റ്റേറ്റ് ആണ്, അഥവാ ബ്രാഞ്ചസ് ക്രോസ് പോൾ ഉള്ളതാണ്. ഇനി പറയാൻ പോണേ, ഫൈക്കോമൈസൈറ്റ് ആൽഗൽ ഫംഗസ് ആണ്. അതിന് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. മ്യൂക്കർ റൈസോപ്പസ് ആൽബുഗോ, റാം ഓർത്തിരിക്കുക. മ്യൂക്കർ റൈസോപ്പസ് ആൽബുഗോ, റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ. അതിൽ റൈസോപ്പസ് ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ആൽബുഗോ മസ്റ്റാർഡ് പ്ലാന്റിൽ കാണപ്പെടും, അത് കിട്ടി. രണ്ടാമതാണ് ആസ്കോമൈസൈറ്റിനെ നമ്മൾ സാക് ഫംഗസുകൾ എന്നാണ് വിളിക്കുക. അവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന സ്പോറുകളാണ് ആസ്കോസ്പോറുകൾ. ആസ്കോസ്പോറുകൾ എൻഡോജീനസ് ആണ്, ആസ്കസിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. കിട്ടി. അവരെ നമ്മൾ സാക് ഫംഗസുകൾ എന്നാണ് വിളിക്കുക. അവരുടെ ഒരു സാക് ലൈക്ക് സ്ട്രക്ചറാണ് ആസ്കസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സ്പോറാണ് ആസ്കോസ്പോർ. അപ്പോൾ അത് എൻഡോജീനസ് ആണ്, മാറരുത്. ആസ്കോസ്പോർ എൻഡോജീനസ് ആണ്. എക്സാമ്പിളാണ് ഈസ്റ്റ്, പെൻസിലിയം, ന്യൂറോസ്പോർ, ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്സ് ഒക്കെ നമുക്ക് പറയാം. അതിൽ ഈ ന്യൂറോസ്പോർ ഓർത്തിരിക്കുന്നത്, ന്യൂറോസ്പോറാണ് ജെനറ്റിക്കൽ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബയോകെമിക്കൽ ജെനറ്റിക്കൽ വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ന്യൂറോസ്പോറിനെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്താണ് ബെസിഡിയോമൈസൈറ്റ്സിനെ നമ്മൾ ക്ലബ് ഫംഗൈ എന്നാണ് വിളിക്കുക. അവരുടെ ബോഡിയിൽ റീപ്രൊഡക്ഷൻ സമയത്ത് ഒരു ക്ലബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും, അതിൻ്റെ പേരാണ് ബെസിഡിയം. ആ ബെസിഡിയത്തിൻ്റെ പുറത്തുണ്ടാവുന്ന സ്പോറാണ് ബെസിഡിയോസ്പോർ. അതുകൊണ്ട് അത് എക്സോജീനസ് ആണ്. ബെസിഡിയോസ്പോർ എക്സോജീനസ് ആണ്. ആസ്കോസ്പോർ എൻഡോജീനസ് ആണ്. ബെസിഡിയോസ്പോർ ബെസിഡിയം എന്നുള്ളതിൻ്റെ പുറത്താണ് ഉണ്ടാവുക, അതുകൊണ്ട് അത് എക്സോജീനസ് ആണ്. അവർക്ക് എക്സാമ്പിൾ നോക്കിക്കടാ, അഗാരിക്കസ് അസ്റ്റിലാഗോ പക്സീനിയ. അതിൽ അഗാരിക്കസ് ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ബ്രെഡ് മോൾഡ്, അഗാരിക്കസ് ആണ് കോമൺ മഷ്റൂം എന്നറിയപ്പെടുന്നത്. അസ്റ്റിലാഗോനെ നമ്മൾ സ്മട്ട് എന്നാണ് വിളിക്കുക. പക്സീനിയയെ നമ്മൾ റസ്റ്റ് ഫംഗസ് എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? ഡ്യൂട്ടിറോമൈസൈറ്റ്സിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. അവർക്ക് എക്സാമ്പിളാണ് ഓൾട്ടർനേറിയ, കളക്ട്രോട്രിക്കം, ട്രൈക്കോഡർമ. കാറ്റ് ഓർത്താൽ മതി. കളക്ട്രോട്രിക്കം, ഓൾട്ടർനേറിയ, ട്രൈക്കോഡർമ, ഇതൊക്കെ ഡ്യൂട്ടിറോമൈസൈറ്റുകളാണ്. ക്ലിയർ ആയി? അപ്പോൾ ഈ ഭാഗത്ത് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ വൈറസിലേക്കാണ് പോകുന്നത്. വൈറസുകൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റുകളാണെന്ന് എല്ലാവർക്കും അറിയാം. വൈറസുകൾക്ക് 2 ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA ആണ് ഉണ്ടാവുക. ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA, ബോത്ത് RNA ആൻഡ് DNA നോട്ട് പ്രസന്റ് ഇൻ എ വൈറസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വൈറസുകൾ എസെല്ലുലാർ ആണ്, സെല്ലില്ലാത്ത ആളുകളാണ് നമുക്കറിയാൻ പറ്റും. ഇനി നമ്മൾ പറയണേ, വൈറസിനെ കണ്ടെത്തിയ ആൾ DJ ഇവനോസ്കിയാണ്. DJ ഇവനോസ്കിയാണ് വൈറസിനെ കണ്ടെത്തിയത്. DJ ഇവനോസ്കിയാണ് വൈറസിനെ കണ്ടെത്തിയത്. വൈറസ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. വൈറസിൻ്റെ ബോഡിക്ക് സെല്ലില്ല, അതുകൊണ്ട് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ പേരാണ് ക്യാപ്സിഡ്. ക്യാപ്സിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു കുറേ മോണോമേഴ്സ് കൂട്ടിച്ചേർത്തുണ്ടാവുക, അതാണ് ക്യാപ്സോമിയേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. അത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ RNA ആണ് ഉണ്ടാവുക. വൈറസിൻ്റെ പ്രത്യേകത അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ പേരാണ് ക്യാപ്സിഡ്. ക്യാപ്സിഡിൻ്റെ മോണോമറാണ് ക്യാപ്സോമിയേഴ്സ്. വൈറസിനെ കണ്ടെത്തിയ ആൾ DJ ഇവനോസ്കിയാണ്. ഇനി വൈറസിന് ഇങ്ങനെ ഒരു കണ്ടാഞ്ചിയം വൈവം ഫ്ലൂയിഡം എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷസ് ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് രോഗത്തിന് കാരണമാകുന്നതിന് കണ്ടെത്തിയ ആളാണ് MW ബെയ്ജർനിക് എന്നാണ് അയാളെ വിളിക്കുക. അയാളെ വിളിക്കുന്ന പേരാണ് MW ബെയ്ജർനിക്. എക്സ്ട്രാക്ട് ഓഫ് ദി ഇൻഫെക്റ്റഡ് ടൊബാക്കോ പ്ലാന്റിൽ ഹെൽത്തി പ്ലാന്റ് അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കണ്ടാഞ്ചിയം വൈവം ഫ്ലൂയിഡം ഐസൊലേറ്റ് ചെയ്തെടുത്ത ആളാണ് MW ബെയ്ജർനിക്. ഇനി വൈറസിന് ഇനേർട്ടായിട്ടൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ ഉണ്ടാവുക. അങ്ങനെ ഈ വൈറസിന് ഒരു ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ആളാണ് WM സ്റ്റാൻലി.
WM സ്റ്റാൻലിയാണ് വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇനി വൈറോയിഡുകൾ എല്ലാവരും നോക്കണം കേട്ടോ. വൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഏജന്റ് ആണ് വിത്ത് ലോ മോളിക്കുലാർ വെയിറ്റ് RNA. വൈറസിന് DNA RNA ആവാം ജനറ്റിക് മെറ്റീരിയൽ എങ്കിൽ വൈറോയിഡുകൾക്ക് RNA മാത്രമാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അവർക്ക് പ്രോട്ടീൻ കോട്ടിംഗ് ഇല്ല. അപ്പോൾ വൈറസും വൈറോയിഡും തമ്മിലുള്ള വ്യത്യാസം, വൈറസിന് ജനറ്റിക് മെറ്റീരിയൽ DNA ആവാം RNA ആവാം, വൈറോയിഡിന് RNA മാത്രമേ ഉള്ളൂ. വൈറസിന് പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട്, വൈറോയിഡിന് പ്രോട്ടീൻ കോട്ടിംഗ് ഇല്ല. വൈറസിനെ കണ്ടെത്തിയ ആൾ DJ ഇവാനോസ്കിയാണ്. എന്നാൽ വൈറോയിഡിനെ കണ്ടെത്തിയ ആൾ TO ഡൈനർ ആണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണേ, വൈറോയിഡ്സ് ആർ സ്മോളർ ദാൻ വൈറസ്. വൈറോയിഡ് എന്ന് പറയുന്നത് വൈറസിനേക്കാൾ ചെറുതാണ്. വൈറോയിഡ്സ് ആർ സ്മോളർ ദാൻ വൈറസ്. അവർ രോഗം ഉണ്ടാക്കും. അതാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഇൻ പൊട്ടറ്റോ ആണ് വൈറോയിഡ് ഉണ്ടാക്കുക. അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രിയോൺസ് എന്ന് പറയുന്നത്. പ്രിയോൺസിന്റെ പ്രത്യേകത സിമിലർ സൈസ് ടു വൈറസ് ആണ്. വൈറസിന്റെ സിമിലർ സൈസ് ആണ്. പോരാത്തിന് അവർ മോസ്റ്റ് നോട്ടബിൾ ഡിസീസ് ഉണ്ടാക്കും. അവരുണ്ടാക്കുന്ന അസുഖമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. അതിനെ മാഡ് കൗ ഡിസീസ് എന്നാണ് വിളിക്കുക. അത് കാറ്റിലാണ് സാധാരണ ഉണ്ടാവുക. ഈ പ്രിയോൺസ് എന്ന് പറയുന്നത് ആനിമൽസിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CR ജേക്കബ് ഡിസീസ് എന്നാണ് പറയുക. CR ജേക്കബ് ഡിസീസ് എന്നാണ് പറയുക. ഇവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിക് ആസിഡ് അല്ല, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ് ഇവർക്ക് ഉണ്ടായിരിക്കുക, പ്രിയോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മൾ ഈ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.